ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സുപ്രീം കോടതിയെ സിദ്ദിഖ് സമീപിക്കുമെന്നുള്ള വിവരങ്ങൾ അതുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ ഔദ്യോഗികമായി സമീപിച്ച വിവരം പുറത്തു വരുന്നു. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഹരി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എൽദോ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പകർപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ബിൽക്കിസ് ബാനുവിന്റെ പരാമർശം ഉൾപ്പെടെ അതിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തന്നെ സിദ്ദിഖ് മാറി നിൽക്കുന്നത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് കൃത്യമായ ധാരണയില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ കുറ്റകൃത്യങ്ങളും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ പ്രതിനിധികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിൽക്കിസ് ബാനുവിന്റെ പരാമർശം ഉൾപ്പെടെ പകർപ്പിലുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് മാറുന്നത്. സിദ്ദിഖിനെതിരെ ഈ യുവനടി നൽകിയിരിക്കുന്ന പരാതി ഗൗരവമേറിയതാണെന്നും പരാതിക്കാരിയെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുമാണ് പരാമർശം ഉള്ളത്. സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്ന് മുൻകൂർ ജാമ്യം നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ സിദ്ദിഖ്, അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ദിഖ് ഒളിവിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിനെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിദ്ദിഖ് ഒളിവിൽ കഴിയുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് സിദ്ദിഖ് എന്നത് സംബന്ധിച്ച് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെയുള്ള ചർച്ചകൾ ഇന്നലെ ഉച്ച മുതൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരുവിധ വിവരങ്ങളും സിദ്ദിഖുമായി ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു. സിദ്ദിഖിന്റെ വീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും വീട്ടിലും ഒക്കെ തന്നെ അന്വേഷിക്കുന്നു. സിദ്ദിഖിന്റെ മകനോട് തന്നെ ചോദിക്കുന്നു സിദ്ദിഖ് എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. പക്ഷേ അവിടെയും വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഇതെല്ലാം അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള സംശയം, സിദ്ദിഖ് കേരളം വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എവിടെയാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് അന്തരീക്ഷത്തിൽ ഉയരുന്നത്. ഏതായാലും ഈ സുപ്രീം കോടതി അദ്ദേഹം സമീപിക്കുന്ന ഈ വേളയിൽ എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ പുറത്തു വരാനൊരു സാധ്യത, സിദ്ദിഖ് സ്വമേധയാ പുറത്തു വരാനൊരു സാധ്യതയും ഇല്ല. പക്ഷേ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള സംശയങ്ങൾ മണിക്കൂറുകളായി നിൽക്കുന്നു. പോലീസിന് മേലുള്ള സംശയങ്ങളും ഉയരുന്നു, പോലീസിന് മേൽ ചോദ്യചിഹ്നങ്ങളും ഉയരുന്നു. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള ധാരണയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. സുഹൃത്തുക്കളുടെ സഹായത്തോട് തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ബന്ധുക്കളോടും അന്വേഷിക്കുമ്പോഴും ഇതുമായി കൃത്യമായ വിവരങ്ങൾ ലഭ്യമില്ല. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റു പലരിലേക്കും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നുമാണ് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചിരുന്നത്. ഇതെല്ലാം സിദ്ദിഖിന്റെ വാദഗതിയായി തന്നെ ഉയരുന്നുമുണ്ട്. ലൈംഗിക അതിക്രമത്തിന് ഇരയായതിന്റെ പേരിൽ പരാതിക്കാരിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനാകില്ലെന്നുമാണ്, പരാതിക്കാരിയുടെയും അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുന്നത്. ഇതെല്ലാം സിദ്ദിഖിന് വിനയായി മാറുന്നു. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മണിക്കൂറുകളൊക്കെ തന്നെ നിർണായകമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് തന്നെയുള്ള ചോദ്യങ്ങൾ ഉയരുന്ന വേളയിൽ പോലും കാണാമറയത്ത് നിൽക്കുന്നു. കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കേരളത്തിൽ എവിടെയാണെന്ന് കൃത്യമായ ധാരണയില്ല. പോലീസിന് മേൽ ചോദ്യശരങ്ങൾ ഉയരുന്നു. സിദ്ദിഖിന് ഇതുവരെയും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടൊപ്പം എവിടെയാണ് സിദ്ദിഖ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ചോദിക്കേണ്ടത്. സുപ്രീം കോടതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ പകർപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ കൃത്യമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നോക്കി കാണേണ്ടതാണ്. സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല. കേസിൽ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ച സിദ്ദിഖ് സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നത്. സിദ്ദിഖിന്റെ അഭിഭാഷകർ ദില്ലിയിലെത്തി ഇന്ന് മുതിർന്ന അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ വിധി പകർപ്പും ഉൾപ്പെടെ കൈമാറിയിരുന്നു. നിരവധി കാര്യങ്ങൾ അതിൽ ഉന്നയിക്കുന്നുണ്ട്. തനിക്കൊരു ക്രിമിനൽ പശ്ചാത്തലമില്ല, അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും, ഇത്തരം വാദങ്ങൾ. ഒപ്പം തന്നെ പരാതിക്കാരിയായിട്ടുള്ള ആ നടി അവർ പരാതി നൽകാൻ വൈകിയതുൾപ്പെടെ ഈ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖിന്റെ അഭിഭാഷകർ എന്നാണ് ലഭ്യമാകുന്ന വിവരം. പോലീസിന്റെ പ്രത്യേക സംഘം ഈ സിദ്ദിഖിനായുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് എത്തിയത്. തൻ്റെ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് അതാണ് പ്രധാനമായും സിദ്ദിഖ് ഉന്നയിക്കുന്നത്. ഇതുവരെ ക്രിമിനൽ പശ്ചാത്തലം തനിക്കില്ല എന്നുള്ളൊരു സാഹചര്യം സിദ്ദിഖ് ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യം സുപ്രീം കോടതി എത്തരത്തിൽ പരിഗണിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ ഹൈക്കോടതിയിലുണ്ടായ അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ്. ആ സാഹചര്യം സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷേ
സിദ്ദിഖിന് എത്രമാത്രം അനുകൂലമായിട്ടുള്ളൊരു നിലപാട് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ സംശയകരമായി തന്നെ നിലനിൽക്കുന്നു. എന്താണെങ്കിലും ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി സിദ്ദിഖ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കോടതി എങ്ങനെ പരിഗണിക്കുമെന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. സിദ്ദിഖ് 2 വീടിലും ഉണ്ടായിരുന്നില്ല, എന്നാലും സിദ്ദിഖ് എവിടെയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിന് സഹായം നൽകുന്നത് അത് സുഹൃത്തുക്കൾ തന്നെ എന്നുള്ള വിവരവും പുറത്തു വരുന്നു.